പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളൻ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളൻ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളൻ സാക്ഷികളാകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കുറച്ച് ഹാർഡ് വർക്കുള്ള വിഷയങ്ങളുണ്ട്. മേജർ ഇഷ്യൂസ് ഇല്ലേ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മൈനർ ഇഷ്യൂസ് ഉണ്ടാകും, മേജർ ഇഷ്യൂസ് ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ടാവുമല്ലോ. ഓഫീസിലുണ്ടാകും അല്ലേ, അയൽവാസികളുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാകും, സ്വന്തം കുടുംബത്തിലുള്ളവരുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാകും, പലതരത്തിൽ ഇഷ്യൂസ് ഉണ്ട്. അത് മേജറുണ്ട്, മൈനറുണ്ട്. ഈ മേജർ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം. കർത്താവ് ഇഷ്യൂസിനെ രണ്ടായിട്ട് തിരിക്കും, മൈനർ ആൻഡ് മേജർ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഈശോ രണ്ടായിട്ട് തിരിക്കും. അതായത് ചെറിയ പ്രശ്നങ്ങളെന്നും വലിയ പ്രശ്നങ്ങളെന്നും. വലിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പ്രാന്തന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. സത്യമായിട്ടും നിങ്ങളത് നോക്കിക്കോ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും നോർമലായിട്ടുള്ള ആൾക്കാരല്ല. സുവിശേഷത്തിലൊരു വട്ടനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കടി തട്ടിക്കൊണ്ടിരിക്കും. മനുഷ്യൻ്റെ ഓരോ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രാന്തനാണ്, ശരിക്കും സെൻസ് പോയൊരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാക്കി നമ്മളതിന് ക്ഷമിച്ചു, സോവർ ഇല്ലേ? ഇല്ല, ചില ആൾക്കാർക്ക് പറഞ്ഞത് അവരിങ്ങനെ പട്ടാങ്ങി പറഞ്ഞ് ക്ഷമിച്ചാലും പിറ്റേ ദിവസം വെള്ളം അടിച്ചുകൊണ്ട് പിന്നെയും വരും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. സെയിം പ്രശ്നം. ഇങ്ങനെ വെള്ളമടിക്കാരനും അതുപോലെ തന്നെ മദ്യപാനിയുമായൊരു മനുഷ്യൻ ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ കർത്താവ് പറഞ്ഞ് എന്നോട് ചോദിച്ചു, ഇങ്ങനെ വായിക്കറി പലുണ്ടാന്ന് നോക്കിയാൽ ഏത് പാമ്പും കടിക്കുമല്ലോ, ഏത് പട്ടിയും കടിക്കല്ലേ വായിക്കറി പലുണ്ടാന്ന് നോക്കിയാൽ. അപ്പോൾ നമ്മളെന്ത് പറയും? കടിക്കും. പക്ഷേ കർത്താവ് പറയും കടിക്കത്തില്ലെന്ന് പറയും. ഓ, ഏത് പട്ടിയും വായിക്കറി കൈയിട്ട് ആ പല്ലുണ്ടാന്ന് നോക്കിയാൽ കടിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്ത് പറയും? കടിക്കും. കർത്താവ് പറയും വട്ടന്മാർക്ക് അങ്ങനെ ഒത്തിരി ഉണ്ടാകും, അവർക്കിങ്ങനെ വായിലിടയ്ക്ക് കൈയിട്ടുകൊണ്ടിരിക്കും, പക്ഷേ കടിക്കണം നിർബന്ധമില്ല എന്ന് പറയാം. അപ്പോൾ പത്രോസ് വാ വിളിക്കും. പത്രോസ് ഉടനെ പറയും കടിക്കാതിരിക്കണമെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടി വരുമായിരിക്കും. പത്രോസിൻ്റെ ഒക്കെ ആ രീതികൾ രസമാണ്. അതായത് ഒരു മനുഷ്യൻ, അതാണ് ഈശോ 17:4 ലുക്കായുടെ സുവിശേഷത്തിലെ 17:4, ഒരു മനുഷ്യൻ 7 പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കി 7 പ്രാവശ്യം വന്ന് നിന്നോട് ക്ഷമ ചോദിച്ചാൽ നീ അവനോട് ക്ഷമിക്കണമെന്ന് പറയുന്നതാണ് ഈ പറയണത്. അവന് വട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ. ഒരു മനുഷ്യൻ പോലും ആയിരിക്കത്തില്ല. കർത്താവ് പിന്നെ അങ്ങനെ പറയണത് ശരിയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് സോപ്പിട്ട് പറയണതാണ്. ഒരു മനുഷ്യൻ അയാൾ വട്ടാണ്, ഫ്ലാറ്റ് വട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ഇഷ്യൂ 2 ഇഷ്യൂ 3 ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ 7 പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിൻ്റെ അടുത്ത് വന്നിട്ട് മാപ്പ് ചോദിച്ചാൽ നീ 7 പ്രാവശ്യം ക്ഷമിക്കണം. അതാണ് മേജർ ഇഷ്യൂ എന്ന് ഞാൻ പറയണത്. ഈ മേജർ ഇഷ്യൂവിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒരു വിശ്വാസി ചിലപ്പോൾ വീണ് പോകേണ്ട ഒരു സ്ഥലമാണത്. ഇപ്പോൾ 1, 2, 3 ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ വീഴാതെ അങ്ങനെ പിടിച്ചിരിക്കും അല്ലേ? 7 പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ ഫ്ലാറ്റായിട്ട് വീണ് പോകും. അപ്പോൾ വീണ് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അതാണ് വിളിയും തിരഞ്ഞെടുപ്പും. വിളി എന്താണ്? വിളി തന്നോടുകൂടി ആയിരിക്കാൻ. തന്നോടുകൂടി ആയിരിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും തൻ്റെ കൂടെ ആയിരിക്കുകയാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, 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 ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ. രാജരാജ രാജാതിരാജ പാടിപ്പുകഴ്ത്തിടുമേ, ദിനവും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. രാജരാജ രാജാതിരാജ പാടിപ്പുകഴ്ത്തിടുമേ, ദിനവും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. നമ്മുടെ റോമാലേഖനത്തിലല്ലേ 2-ാമത്തെ അധ്യായത്തിൽ 7-ാമതൊരു സുന്ദരമായ വചനമുണ്ട്. റോമാലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വചനം എന്താ? സൽക്രമങ്ങളിൽ സ്ഥിരതയോടെ
നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് പ്രൈസ് ദി ലോർഡ് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒന്ന് ഏറ്റു പറഞ്ഞ മക്കളെ, സൽക്കർമ്മങ്ങളിൽ സ്ഥിരമായി നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. ഇതാണ് പത്രോസിനോട് പറഞ്ഞത്. പത്രോസിനെ വെച്ച് ആ വട്ടം 7 പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കുകയെന്നാണ് ഈശോ. അപ്പോൾ ഈശോ പറഞ്ഞ് 7 പ്രാവശ്യവും അവൻ നിന്നോട് ക്ഷമ ചോദിച്ചാൽ നീ അവനോട് ക്ഷമിക്കണം. എന്താണ് ഉദ്ദേശം? ആ ക്ഷമയുടെ ഉദ്ദേശം ഭൗതികമായ സമാധാനം അല്ല. അതാണ് റോമ 2:7 പറയണത്. ആ ക്ഷമയെന്ന സൽക്കർമ്മങ്ങളിൽ നീ എന്ത് ചെയ്യണം? സ്ഥിരമായി നിൽക്കണം. എന്തിനാണ് അത് അങ്ങനെ സ്ഥിരമായി നിൽക്കുന്നത്? ആരാണെന്നാണ് റോമ 2:7 പറയണത്? അവർ മഹത്വവും ബഹുമാനവുമാണ് കാക്ഷിക്കുന്നത്. പിന്നെ എന്താണ്? അക്ഷയത്വവും. നമ്മളെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എന്താ പറയണത്? ശരീരത്തിൻ്റെ ഉയർപ്പെന്നാണ് പറയണത് അല്ലേ? നിത്യമായ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അക്ഷയത്വവും അവിടെ റോമ 2:7 എന്താ പറയണത്? മഹത്വം അല്ല, സൽക്കർമ്മങ്ങൾ സ്ഥിരമായി നിൽക്കുന്നവരെ, 70 പ്രാവശ്യം ക്ഷമിക്കുന്നവരെ, അത് സ്ഥിരമായി നിൽക്കുന്നവർ എന്ത് സംഭവിക്കും? എന്താണ് അവർ അന്വേഷിക്കുന്നത്? മഹത്വം ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. ബഹുമാനം ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. പിന്നെ എന്താണ്? ഈ മഹത്വവും ബഹുമാനം അന്വേഷിക്കുന്നവർ ആക്ച്വലായിട്ട് എന്താ അന്വേഷിക്കുന്നത്? അവർ അക്ഷയത്വമാണ്, ശരീരത്തിൻ്റെ ഉയർപ്പ്. ദൈവമേതല്ലേ? നീ ഇത് കേട്ടോ കർത്താവ് പറഞ്ഞത്? എന്താണ്? നീ ഒരു വിഷയം കർത്താവിന് വേണ്ടി സൽപ്രവൃത്തി സ്ഥിരമായി നിന്നാൽ നീ അന്വേഷിക്കണം ഈ ലോകമല്ല. നീ അന്വേഷിക്കുന്നത് എന്താണ്? നിത്യതയാണെന്ന്, അക്ഷയത്വമാണെന്ന്. മഹത്വീകരിക്കപ്പെട്ട കർത്താവിനുള്ള ഉച്ചതന്റെ ശരീരമാണ്. സാക്ഷ്യം പറയട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങൾ, ഇപ്പം മനസ്സിലായോ എന്താ കാര്യം? അബ്നോർമലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പീഡനങ്ങളില്ലേ? നമുക്ക് 2 തരം സഹനങ്ങളാണ് ഉള്ളത്. നോർമൽ സഫറിങ്സ് ആൻഡ് അബ്നോർമൽ സഫറിങ്സ്. അബ്നോർമൽ സഫറിങ്സ് ആർ മേജർ ഇഷ്യൂസ്. ഇതിലൂടെ എന്താണെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ടത്? ഇതിനെയാണ് നമ്മൾ നിത്യതയാണ് ഇതിൻ്റെ ഓഹരി. മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് ദൈവം സൽപ്രവർത്തികൾ ഇതുപോലെ സ്ഥിരമായിരുന്നാൽ 70 പ്രാവശ്യം അവർ ക്ഷമിക്കാനുള്ള അവസരം വന്നിട്ട് അതുപോലെ ചെയ്താൽ നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ്? നിത്യതയാണ്. ദൈവമേതല്ലേ? ഞാനും നീയും കർത്താവ് നിത്യതയ്ക്ക് വേണ്ടി നിൻ്റെ പേരെഴുതി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മേജർ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും കയറി നിന്ന് ഒരു സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈമ, ഹസ്ബൻഡ് ബിനോയ്, മകൾ അനീറ്റ മരിയ, മകൻ കേവ് ആൻ്റണി, ഒരു മകനും കൂടിയുണ്ട്. അവൻ്റെ പേര് എയ്തൻ ജോസഫ്. അവൻ അബുദാബിയിൽ പഠിക്കുന്നു. ഞങ്ങൾ അബുദാബിയിൽ നിന്നും അഖണ്ഡ ജപമാല റാലി പങ്കെടുക്കുവാനും ഉടമ്പടി പുതുക്കുവാനും സാക്ഷ്യം പറയാനും വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഇടവാംഗങ്ങളാണ്. ഞാൻ 2022 ഓഗസ്റ്റ് 30 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ വെച്ച എല്ലാ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി.
അവർ എല്ലാവരും കൂടെ ഇല്ലാത്തത് കൊണ്ട് അവർ വന്നതിന് ശേഷം ആ സാക്ഷ്യങ്ങളെല്ലാം പറയുന്നതാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ സാക്ഷ്യം, ഒന്നാമത്തെ സാക്ഷ്യം, എനിക്കൊരു കടബാധ്യതയുണ്ടായിരുന്നു. ഞാൻ 16 വർഷമായിട്ട് UAE ജോലി ചെയ്യുവാണ്. ഒരു പ്രൊജക്റ്റ് മാനേജറായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുവാണ്. എനിക്ക് നാട്ടിലെ ഒരു 72 ലക്ഷത്തോളം കടം വന്നു. അതൊന്നും ഞാൻ ദുർവിനിയോഗം ചെയ്തിട്ട് വന്നതല്ല. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് അവരെനിക്ക് തിരിച്ചു തരാത്തതിൻ്റെ പേരിൽ, എനിക്ക് കറക്റ്റ് സമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാനൊരു കടക്കാരിയായി തീർന്നു. 2-3 വർഷത്തോളം ഞാൻ അതിൻ്റെ കുടിശ്ശിക മാത്രം 4000 ദിർഹംസോളം അടച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് അടയ്ക്കാൻ പറ്റാതെ ഞാൻ കുടുങ്ങിപ്പോയി. അങ്ങനെ അടവ് നിർത്തി. അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു കടം എനിക്കുണ്ടെന്ന് എൻ്റെ കുടുംബത്തിൽ പോലും ആർക്കും അറിയത്തില്ല. അങ്ങനെ അത് സെറ്റിൽമെൻറ്റിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. അതവർ തന്നില്ല. കാരണം അത് പലിശയും കൂട്ടുപലിശയും ലേറ്റ് പേയ്മെൻറ്റും എല്ലാം കൂടി 3 ലക്ഷത്തോളം ദിർഹംസായി. അത്രയും പൈസ അടച്ചു തീർക്കാനുള്ള വഴിയില്ലാത്തത് കൊണ്ട് ഞാനത് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചപ്പോൾ നിയോഗം വെച്ച് എഴുതി പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നും ബാങ്കുകാർ വിളിക്കുന്നു, വഴക്കും തെറിയും എല്ലാം പറയുന്നു. നാട്ടിൽ പോകാൻ പറ്റില്ല, ട്രാവൽ ബാനാകും, പോലീസ് കേസാകും. അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം പോലും നമുക്ക് മനസ്സമാധാനത്തോടെ നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ല. ഒരു 3-4-5 വർഷം ഞാൻ നാട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത്. അവിടെ ട്രാവൽ ബാൻ ഉണ്ടാകുമ്പോൾ എമിഗ്രേഷൻ കഴിയുന്നത് വരെ മനസ്സമാധാനത്തോടെ നമുക്ക് വരാൻ പറ്റില്ല. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഒരു ദിവസമെങ്കിലും ഒരു മലയാളി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അവരോട് പറയാമായിരുന്നു, ഈ പൈസ എനിക്കൊന്ന് അടച്ചു തീർക്കണം. ഓൾറെഡി 16 വർഷമായി UAE എത്ര കാലം നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഈ കടം വീട്ടിയതിന് ശേഷം തിരിച്ച് നാട്ടിൽ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചൊരു സമയത്ത് ഒരു മലയാളി എന്നെ വിളിച്ചു. ആ സാറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പൈസ ഒന്ന് അടച്ചു തീർക്കണം നാട്ടിൽ പോകുന്നതിന് മുമ്പ്. അപ്പോൾ ആ സാർ എന്നോട് പറഞ്ഞു, ഒരു 80,000 ദിർഹംസ് അടച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ എടുത്ത വഴിക്ക് പറഞ്ഞു, 3 ലക്ഷം ദിർഹംസ് ഉണ്ടല്ലോ, അത് 80,000 എന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ 80,000 അടച്ച് ക്ലോസ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പെട്ടെന്ന് പറയണ്ട, മാതാവിനോട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടതാണെന്ന്. അങ്ങനെ ഞാൻ 80,000 രൂപ അടയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ മെയിൽ അയച്ചു. ഒരുപാട് തവണ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്, അതെല്ലാം റിജക്ഷനാണ് വന്നത്. പിന്നെ ഞാൻ മാതാവിൻ്റെ കാശിലും വെച്ച് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ ഉപ്പ് കഴിച്ചും മാതാവിൻ്റെ ഉടമ്പടി തൈലം ഇമെയിൽ പുരട്ടിയിട്ട് ഞാൻ ഇമെയിൽ അയച്ചു. 80,000 വെച്ച് ഞാൻ ക്ലോസ് ചെയ്യാമെന്ന്. അത് അവർ അപ്രൂവ് ആക്കി തന്നു. അങ്ങനെ 80,000 രൂപ അടച്ച് എൻ്റെ ഇത്രയും വലിയൊരു കടത്തിൽ നിന്ന് തന്നെ മാതാവ് രക്ഷിച്ചു. ഈ പ്രാവശ്യമാണ് മനസ്സമാധാനത്തോടു കൂടി എമിഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ സമാധാനത്തിൽ വരുന്നതും ഇനി അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകും. അന്നേരം എനിക്ക് സമാധാനത്തിൽ പോകാൻ പറ്റുന്നതും. ഇത്രയും വലിയൊരു കടബാധ്യതയിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഇത്രയും കടബാധ്യതയൊക്കെ ഉണ്ട്. എനിക്ക് മോള് BDSന് പഠിക്കുന്നു, ഒരു മകൻ അബുദാബിയിൽ പഠിക്കുന്നു. അപ്പം ചെറിയ മകനും കൂടെ അബുദാബിയിൽ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് ഞാൻ കേരളത്തിൽ വിട്ടു 2 പേരെയും പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ഉടമ്പടിയിൽ നിയോഗം എഴുതി വെച്ചു. ചെറിയ മോനും കൂടെ അബുദാബിയിൽ ഒരു അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ 2 മകനെയും അബുദാബി പഠിപ്പിക്കാം, അല്ലെങ്കിൽ 2 പേരെയും കേരളത്തിൽ പഠിപ്പിക്കാമെന്ന്. അങ്ങനെ അബുദാബിയിൽ എല്ലാ സ്കൂളിലും ഭയങ്കര ഫീസാണ്. ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ, അബുദാബി ഇന്ത്യൻ സ്കൂൾ. അവിടെ ലോട്ട് ഇട്ടിട്ടാണ് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം ഒരു കാരണവശാൽ നമുക്ക് കിട്ടാൻ ഒരു വഴിയുമില്ല. എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് അവൻ നിയോഗത്തിൽ എഴുതിയിട്ടു അവന് അബുദാബി ഇന്ത്യൻ സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടണമെന്ന്. അങ്ങനെ സ്ലിപ്പ് സമർപ്പിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഡ്രോപ്പ് ബോക്സിന് ചുറ്റും ഉടമ്പടി തൈലം പൂശുകയും ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ആ സ്ലിപ്പിൻ്റെ ഉള്ളിലും ഞാൻ ഉപ്പിട്ടിട്ടാണ് ആ ഡ്രോപ്പ് ബോക്സിലിട്ടത്. എന്നിട്ട് മാതാവിൻ്റെ ഇടപെടലിലൂടെ എൻ്റെ കൊച്ചിന് നറുക്ക് വീണു. അങ്ങനെ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടതാണ്. കേരളത്തിൽ വിട്ട് പഠിപ്പിക്കേണ്ട, കാരണം ഞങ്ങളെല്ലാവരും UAE പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം കേരളത്തിൽ പഠിപ്പിക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ മാതാവ് ഇടപെട്ട് അവനും അഡ്മിഷൻ കിട്ടി അബുദാബി ഇന്ത്യൻ സ്കൂളിൽ. അങ്ങനെ എനിക്ക് 2 മക്കളെയും അവിടെ പഠിപ്പിക്കാനുള്ള അവസരം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും കൂടെ ഒരുക്കി തന്നു. അതിനും 1 കോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ മോള് +2 പഠിക്കുമ്പോൾ എല്ലാ വിഷയത്തിനും A+ കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവൾക്ക് ആദ്യം മുതലേ MBBSന് പോകണമെന്നും നീറ്റ് എഴുതണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ +2 ഫുൾ A+ കിട്ടാൻ വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവൾക്ക് +2 ഫുൾ A+ കിട്ടി. 6 പേർക്കാണ് A+ കിട്ടിയത് +1 അതിൽ ഒരാൾ അവളായിരുന്നു. +2 അവൾക്ക് A+ കിട്ടി, അവൾ പാസ്സായി. അങ്ങനെ നീറ്റ് എഴുതിയപ്പോഴും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അവൾക്ക് അനുയോജ്യമായ ഒരു കോഴ്സ് കൊടുത്ത് അവളെ അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് MBBS മാത്രമേ ഉള്ളൂ ഓപ്ഷൻ, സെക്കൻഡ് ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞങ്ങളാകെ ബുദ്ധിമുട്ടി. ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഉടമ്പടിയിൽ നിയോഗം വെച്ചതും അവൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തരണം
തരണമേ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അവൾക്കാണെങ്കിൽ അബ്രോഡിൽ പോയി പഠിക്കാൻ താല്പര്യവും ഇല്ല, കേരളത്തിൽ തന്നെ കിട്ടുകയും ചെയ്യണം. അങ്ങനെ നീറ്റിൻ്റെ എക്സാം എല്ലാം ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് റിസൾട്ട് വന്നതൊക്കെ. അങ്ങനെ എന്തോ കൊച്ചിന് മാർക്ക് കുറഞ്ഞു പോയി. അങ്ങനെ MBBSനുള്ള അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ ഞാൻ മാതാവ് നിയോഗം വെച്ചത് അവൾക്ക് അനുയോജ്യമായ കോഴ്സ് കിട്ടണമായിരുന്നു. പക്ഷേ അവൾക്ക് ആ സമയത്ത് അച്ഛനും പറഞ്ഞിരുന്നു പിള്ളേർക്കും ഇപ്പം പരീക്ഷ എഴുതുന്ന പിള്ളേർക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ അവളും ഉടമ്പടി എടുത്തു. അവൾ ഉടമ്പടിയിലായിരുന്നു. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ച് അവൾക്ക് അനുയോജ്യമായ കോഴ്സിന് പോകാൻ വേണ്ടിയിട്ട് BDS കൂടെ അവൾ ഓപ്ഷൻ വെച്ചു. എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. എൻ്റെ ഉടമ്പടി അമ്മ സ്വീകരിച്ചു. അവൾ BDSനും കൂടെ ഓപ്ഷൻ വെച്ചു. അങ്ങനെ BDS കിട്ടി. അങ്ങനെ അവളെ BDSന് ചേർത്തു. അവൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് ഇയറിലാണ്. ഇന്നലെ റിസൾട്ട് വരുന്നു വിചാരിച്ചാണ്, റിസൾട്ട് വന്നില്ല ഫസ്റ്റ് ഇയറിൻ്റെ. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്നത്. ഇനി റിസൾട്ട് വന്നതിന് ശേഷം മോൾ വന്ന് സാക്ഷ്യം പറയുന്നതാണ്. അവളിപ്പോൾ BDS ഇഷ്ടപ്പെട്ടു. BDS ആണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് MBBSന് ഇനി BDS ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ MBBSന് പോകാൻ വേണ്ടി ജോർജിയയിൽ എക്സാം കഴിഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഫീസ് അടച്ച് ഫസ്റ്റ് ഇൻടേക്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് അബ്രോഡിൽ പോയി പഠിക്കേണ്ട. അങ്ങനെ ഇരിക്കുവാണ് അബ്രോഡിൽ പഠിച്ച ഒരു കുട്ടിയുടെ പിതാവ് ഇവിടെ സാക്ഷ്യം പറയുന്നത് കേട്ടത്. അബ്രോഡിൽ പഠിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കുന്നു, അതുകൊണ്ട് അത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ കേരളത്തിൽ തന്നെ നല്ലൊരു കോളേജിൽ, പുഷ്പഗിരി കോളേജിൽ അവൾ BDSന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ബാക്കി എല്ലാ സാക്ഷ്യങ്ങളും ഓരോ പ്രാവശ്യമായിട്ട് ഞാൻ വന്ന് പറയുന്നതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് ആത്മീയമായിട്ടുള്ള വളർച്ചയാണ്. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കുടുംബപരമായിട്ട് ഒരുപാട് വളർന്നു. എനിക്ക് 45 വയസ്സായി. ഈ 42 വർഷം വരെ ജീവിച്ചതുപോലെയല്ല ഈ 3 വർഷം ഞങ്ങളിപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളെ കുടുംബം ജീവിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ ഒരുമിച്ചൊരു തീരുമാനം എടുക്കുന്നത് ഇന്ന് കൊന്ത ചെല്ലണ്ട, അതൊക്കെയായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനം എല്ലാവരും കൂടി ഒരുമിച്ച് കൊന്ത ചെല്ലാം, ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലാം, പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാം, എല്ലാവരും പ്രാർത്ഥിക്കും. ഇവരെൻ്റെ ചെറിയ മോൻ പോലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. അവനും ഭയങ്കര വിശ്വാസമാണ്. അവനാണെങ്കിൽ ഒരു അസുഖം വന്നാൽ പോലും ഒരു മരുന്ന് വായിലേക്ക് ഇറക്കത്തില്ല. മാതാവിൻ്റെ ഉടമ്പടി തൈലും ഉപ്പും മാത്രമാണ് അവൻ്റെ മരുന്ന്. എന്ത് അസുഖം വന്നാലും അവൻ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് അവൻ തന്നെ സ്വന്തം എടുത്ത് കഴിക്കും. അപ്പോൾ ഞാൻ പറയും മമ്മി തന്നാലേ മാറുള്ളൂ, മോൻ കഴിക്കണം, അമ്മ തരാമെന്ന് പറഞ്ഞാലും കൊച്ചു പറയും ഞാൻ പ്രാർത്ഥിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞ് കൊച്ചു തന്നെ അത് കഴിക്കും. അപ്പോൾ ഉടമ്പടി തൈലവും കൊണ്ടും കാശ് രൂപ ഇതെല്ലാം നമുക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. അത് നമ്മളതിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയതെന്ന്. അങ്ങനെയാണ് എൻ്റെ ആത്മീയമായ വളർച്ചകൾ. പിന്നെ ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കും. ഒരു 8 നോമ്പ് പോലും ഞാൻ എടുത്തിട്ടില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുകയും 8 നോമ്പും 25 നോമ്പും 50 നോമ്പും എല്ലാം എടുക്കും. നല്ല വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്. ഇന്ന് രാവിലെ അച്ഛൻ പറഞ്ഞതുപോലെ ഇടപെടാതെയുള്ള ഒട്ടും ഗ്യാപ്പില്ലാത്ത വിശ്വാസത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നും കുടുംബ പ്രാർത്ഥനയോടുകൂടി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മോള് ഉടമ്പടിയാണ്. ഇന്ന് 3 പ്രാവശ്യം അവൾ റിന്യൂ ചെയ്തു. 3 പ്രാവശ്യമൊക്കെ മാതാവിനെ കിട്ടി. അവളുടെ കൂടെ മാതാവുണ്ട്. അപ്പോൾ ഞങ്ങൾ മരണം വരെ കുടുംബം ഒരുമിച്ച് ഉടമ്പടിയിൽ മുമ്പോട്ട് ജീവിക്കുമെന്ന് ഞാൻ ഇതിനാൽ ഉറപ്പ് വരുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. പത്രത്തിൻ്റെ കൂടെ കൊന്തയും കാശുരൂപവും മാതാവിൻ്റെ ഫോട്ടോയൊക്കെ പ്രിൻ്റ് എടുത്ത് പ്രാർത്ഥനയിൽ ലാമിനേഷൻ ചെയ്ത് എല്ലാം കൂടിയാണ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. അതുപോലെ അച്ഛൻ്റെ യൂട്യൂബിലുള്ള ധ്യാനങ്ങളും എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച മുടങ്ങാതെ കൂടും. ഡെയിലി ബ്രെഡ് ഒരു ദിവസം പോലും മുടങ്ങാതെ അച്ഛൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കും. അത് എല്ലാവർക്കും ഷെയർ ചെയ്യും. അച്ഛൻ പറയുന്ന എല്ലാ തിരുവചനങ്ങളും സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സുവിശേഷപ്പെട്ടി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. മോള് ഹോസ്റ്റലിൽ പോയപ്പോഴും ആ സുവിശേഷപ്പെട്ടിയാണ് അവൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഡെയിലി ബ്രെഡിൽ പറയുന്ന എല്ലാ തിരുവചനങ്ങളും സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സുവിശേഷപ്പെട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബൈബിൾ വായിക്കും. എല്ലാ ദിവസവും ബൈബിൾ ഒരു തവണ മുഴുവൻ വായിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 2ാമത് വായിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് നമ്മൾ അബുദാബിയിലായതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാരുണ്യപ്രവർത്തികളൊന്നും ഹോസ്പിറ്റലൊന്നും പോയി ചെയ്യാൻ പറ്റില്ല. എങ്കിലും ആരെങ്കിലും അറിയുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവരെ കാണുകയും പരിചരിക്കുകയും ചെയ്യും. ആർക്കെങ്കിലും മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ അവരെ നമുക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ കൊടുത്ത് അവരെ അനുഗ്രഹിക്കും. അങ്ങനെ കാരുണ്യപ്രവർത്തി ചെയ്യാൻ ഒരു അവസരം ഇല്ലാതിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സ്റ്റാഫ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ട് അറിഞ്ഞു. ഞാൻ അവിടെ പോയി. ഞാൻ ആ സ്റ്റാഫിനെ കൂട്ടിക്കൊണ്ട് എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നു. ആ ചേട്ടനെ ഞാൻ ചികിത്സിച്ചു. വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ആ ചേട്ടനെ കുളിപ്പിക്കുക വരെ ചെയ്യണമായിരുന്നു. അതെല്ലാം ഞങ്ങൾ ചെയ്ത്, ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത് ആ ചേട്ടനെ വേണ്ട എല്ലാ പരിചരണങ്ങളും ഞാൻ നടത്തി. ടിക്കറ്റ് എടുത്ത് നാട്ടിൽ കയറ്റി വിട്ടു. അങ്ങനെ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ സാധിച്ചു.
പിന്നെ നമുക്ക് ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയിട്ട് ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. മീനങ്ങാടിയിൽ ഒരു ജ്യോതിഭവൻ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ മാനസിക രോഗികൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ പോവുകയും കുടുംബപരമായി പോവുകയും അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ അബുദാബിയിലാണെങ്കിലും വഴിയരിയിൽ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുക്കും. ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. അങ്ങനെ നമ്മളാൽ കഴിയുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ഒന്നടങ്കം ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് തവണ നമ്മുടെ തിരിയിൽ മാതാവിൻ്റെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ ഹൃദയം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. റോസാപ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എപ്പോൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് മാതാവിൻ്റെ രൂപം എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്രിജിറ്റ് ബീന. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് അടുത്ത് 17 ഉടമ്പടി എടുക്കുന്നത്. ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യം പുതുക്കാൻ വേണ്ടി വരുന്നത്. കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്ത് വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ മോള് ഏഞ്ചൽ ചെമ്മീൻ കറി കൂട്ടി ഫുഡ് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മുഖത്തിങ്ങനെ നിറച്ച് ചൊറിച്ചിൽ പോലെ വന്ന് തടിക്കാൻ തുടങ്ങി. വൈകുന്നേരം ആയപ്പോൾ ചിക്കൻ ബോക്സ് പോലെ വന്ന് മുഖം മൊത്തം കണ്ണൊഴിച്ച് മൊത്തം ഭാഗം നിറച്ചങ്ങ് പൊങ്ങി ചൊറിച്ചിലും വേദനയായിട്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ മരുന്നുണ്ടായിരുന്നു വീട്ടിൽ. ജസ്റ്റ് ലോഷനൊക്കെ പോറ്റെങ്കിലും കുറവുണ്ടായില്ല. 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് മേടിച്ച് എന്നിട്ട് യാതൊരു കുറവുണ്ടായില്ല. പിന്നെയും പൊട്ടി 1, 2, 3, 4 അങ്ങനെ ചിരട്ടി വന്ന് കണ്ണൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ചൊറിഞ്ഞു പൊട്ടി പഴുപ്പുഴകാൻ തുടങ്ങി. അവസാനം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച്, മാതാവേ ഞങ്ങൾ എന്തായാലും ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ വെളുപ്പിനും വൈകിട്ട് ഉടമ്പടി വരുന്ന സമയത്ത് മോളും കൂടെ വന്നിരുന്നു. ആ സമയത്ത് മോൾക്ക് ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ കൊടുക്കുമായിരുന്നു. അവളതിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിപ്പം ഉടമ്പടി എടുക്കാൻ പ്രായമായിട്ടില്ലല്ലോ, ഞാൻ 18 വയസ്സാകുമ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കുമായിരിക്കും. അതുവരെ ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒരിക്കലും അലർജി എന്നെ ബാധിക്കാത്ത രീതിയിൽ എന്നിൽ നിന്ന് എടുത്ത് മാറ്റുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1 മാസക്കാലത്തിനകം പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇതുപോലെയല്ല, നമ്മൾ കണ്ടാൽ അറക്കുന്ന രീതിയിലായിരുന്നു കുഞ്ഞിൻ്റെ മുഖം ഇരുന്നത്. അത്രയും വിഷമത്തിലായിരുന്നു. മാതാവിൻ്റെ കൃപ കൊണ്ട് മോൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. എനിക്ക് 16 വർഷമായിട്ട് യൂട്രസിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓവറിലോട്ടും വ്യാപിച്ചു. അങ്ങനെ നിരന്തരമായ ബ്ലീഡിങ് മൂലം വളരെയധികം വിഷമതകൾ അനുഭവിച്ചിരുന്നു. പുറത്ത് പറയാൻ നാണക്കേടുള്ള കാരണം കൊണ്ടും മാക്സിമം ആരെയും അറിയിക്കാണ്ടും അങ്ങനെ കഴിച്ചു കൂട്ടി. അവസാനം ഡോക്ടർ ഇത് യൂട്രസും ഓവറിയും എടുത്ത് കളയണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഞാൻ ഉടമ്പടി ഇരിക്കുന്ന സമയത്ത് എനിക്ക് പിന്നീട് എനിക്ക് ബ്ലീഡിങ് ഇങ്ങനെ ശക്തിയായി വന്നപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലമെടുത്ത് വയറ്റത്ത് പുരട്ടിയിട്ട് ഉടമ്പടി ഉപ്പും കഴിച്ചും കൊണ്ടിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി. പരിശോധനയിൽ ഡോക്ടർക്ക് ഒന്നതിനെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നെ സ്കാനിങ്ങിന് വിട്ടു. സ്കാനിങ്ങിലും എല്ലാം നോർമലാണ്, ചെറിയ സിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെ നിന്ന് ബ്ലീഡിങ് വരുന്നത് ആർക്കും അറിയത്തില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് യൂട്രസിൻ്റെ അകത്ത് കിടന്ന ഈ സിസ്റ്റെല്ലാം ആരോ പുറത്തേക്ക് തള്ളി വിട്ടതുപോലെ വയറ്റിൽ വന്ന് കിടക്കുന്നു 3 മുഴയായിട്ട്. അത് മുറിഞ്ഞിട്ടാണ് ബ്ലീഡിങ് വന്നിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ് എമർജൻസി ആയിട്ട് അങ്ങോട്ട് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ മാതാവോട് ഞാൻ മാതാവ് ഒരിക്കലും എന്നെ കത്തി വെക്കാൻ അനുവദിക്കരുതേ എന്ന് പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ ചെയ്യാണ്ട് തന്നെ എനിക്ക് ഈ സിസ്റ്റെല്ലാം എടുത്തു മാറ്റി. മാതാവിൻ്റെ കൃപ കൊണ്ട് ഇപ്പോൾ ഞാൻ പൂർണ്ണ സൗഖ്യത്തോടെ ഇരിക്കുന്നു. എൻ്റെ പേര് ഏഞ്ചൽ. എനിക്ക് SSLC പരീക്ഷയുടെ സമയത്ത് മാതാവിൻ്റെ ഒരു അനുഭവം അത് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ മാത്സിന് വളരെ ആവറേജ് ആയൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓണപരീക്ഷയ്ക്കും 10ാം ക്ലാസ്സിൻ്റെ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ മാത്സിന് നല്ല മാർക്ക് കുറവായിരുന്നു. പിന്നെ കമ്പ്യൂട്ടർ അധികം ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് കമ്പ്യൂട്ടറിന് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ SSLCക്ക് മാത്സിനും കമ്പ്യൂട്ടറിനും മാർക്ക് കുറയുമെന്ന് ഉറപ്പായിരുന്നു. എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ മാക്സിമം മാത്സ് പഠിക്കാൻ നോക്കിയെങ്കിലും എപ്പോഴും തെറ്റിപ്പോവും. എപ്പോഴും സങ്കടമൊക്കെ ഒന്ന് കരയും. അപ്പം മമ്മി ആ സമയത്ത് ഉടമ്പടിയിലായിരുന്നു. അപ്പം മമ്മി പറഞ്ഞു ഇനി മുതൽ എൻ്റെ കൂടെ ഒന്ന് ഉടമ്പടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ SSLCയിലെ പരീക്ഷയുടെ ടൈമിൽ അമ്മയുടെ കൂടെ ഉടമ്പടി രാവിലെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനകൾ കൂടാൻ തുടങ്ങി. പിന്നെ എക്സാമിന് പോകുന്ന ടൈമിൽ മാതാവിൻ്റെ തൈലം നെറ്റിയിൽ പുരട്ടും ഉപ്പൊക്കെ കഴിച്ചിട്ട് മാതാവിൻ്റെ ലോക്കറ്റ് ഇവിടെ നിന്ന് കിട്ടിയില്ല, ആ ലോക്കറ്റ് കയ്യിൽ പിടിച്ചാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അപ്പം മാത്സ് പരീക്ഷയുടെ സമയത്ത് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ടെൻഷനായിരുന്നു. പക്ഷേ ആൻസർ എഴുതി തുടങ്ങിയപ്പം ഇങ്ങനെ ആരും പറഞ്ഞു തരുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്താണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തരുമ്പോഴൊന്നും ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയില്ല. എന്നാലും 3/4 ഭാഗം എന്നെ കൊണ്ട് എഴുതാൻ പറ്റി. എങ്ങനെ എഴുതിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ഓരോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഏത് ക്ലിക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു.
ആ സമയത്ത് മനസ്സിൽ തോന്നി ഈ ഇത് ക്ലിക്ക് ചെയ്യുക, ഇതാണ് ശരി, അങ്ങനെ ആൾ പറഞ്ഞു തരും പോലെ. അങ്ങനെ എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ആ ഒരു ഇത് വെച്ച് ഞാനങ്ങ് എഴുതി. എത്രയൊക്കെ എഴുതിയെന്ന് പറഞ്ഞാലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ മാക്സിമം പോകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചല്ലേ, മാതാവ് കൈ വിടിയില്ല എന്നൊരു വിശ്വാസത്തിൽ തന്നെ ആയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിനും ഫുൾ A+ ഉണ്ടായിരുന്നു. എനിക്ക് മാത്സിനും കമ്പ്യൂട്ടറിനും A+ കിട്ടിയത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എന്നെ ഈ ഒരു അവസരത്തിൽ സഹായിച്ച മാതാവിനോടും ഈശോയോടും 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത് എനിക്ക് പറ്റാവുന്ന രീതി, ഞാൻ പള്ളിയിലെ ക്യാഷ്യർ കം അക്കൗണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പള്ളിയിലും മറ്റുള്ള ഇടവകകളെല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് റോട്ടിൽ വെച്ചാണെങ്കിലും വിശക്കുന്ന ആരെ കണ്ടാലും എനിക്ക് വിഷമം തോന്നി കൊടുക്കാൻ പറ്റാവുന്ന ആൾക്ക് കണ്ടാൽ എല്ലാവർക്കും ഭക്ഷണം മേടിച്ചു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും അതേപോലെ 2-3 അമ്മമാരെ കണ്ടു. എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം കാര്യം പ്രവർത്തിക്കുന്നു. പിന്നെ ബൈബിൾ വായന ഡെയിലി അരമണിക്കൂർ കൂടുതൽ ബൈബിൾ വായിക്കും. പിന്നെ കൊന്ത മാക്സിമം മുടക്കാതെ എല്ലാ ദിവസവും കൊന്ത ചൊല്ലും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.